നമസ്കാരം. ഇറാനെ ഇപ്പൊ തീർക്കും എന്ന് ഇസ്രായേലും ട്രംപും പറയാൻ തുടങ്ങിയിട്ട് 34 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അതീവ ദയനീയമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രായേലിനെ കുറിച്ച് യാതൊരു വർത്തമാനവും പറയുന്നില്ല. എല്ലാം ഇറാനെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇറാനിൽ അമേരിക്ക നടത്താൻ പോകുന്ന കരയുദ്ധങ്ങളെക്കുറിച്ച്, പിന്നെ ഇറാനിൽ അമേരിക്ക നേരിടാൻ പോകുന്ന തിരിച്ചടികളെക്കുറിച്ച്, ഹോർമൂസിലെ എണ്ണ കടത്തിനെ കുറിച്ച് ഒക്കെ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും അമേരിക്ക അതുപോലെ ഇറാൻ, ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രായേലിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ആരും. ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അമേരിക്കയാകട്ടെ, അതായത് ട്രംപ് ആകട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലും വിടുവായത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇപ്പൊ പറയുന്നതിന്റെ നേരെ വിപരീതമാണ് അടുത്തതിന് പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഇയാളെ കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രംപിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കേണ്ട, ഞങ്ങളെ യുദ്ധത്തിലേക്ക് ഇറക്കിയത് ട്രംപും നെതന്യാഹുവുമാണ്, ഇനി ഞങ്ങൾ യുദ്ധം തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഇസ്രായേലിലേറെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെയൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുമ്പോഴും അതിനുള്ള ഒരു പ്രതിഫലനം കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇസ്രായേലാണ്. ഈ വാർത്തകളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കരുത്. ഇസ്രായേൽ ടൈംസ് പോലുള്ള വാർത്തകൾ, അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന വാർത്തകൾ തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതൊക്കെ തന്നെ കുറച്ച് സെൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റു പാശ്ചാത്യ മാധ്യമങ്ങളോട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇസ്രായേൽ ടൈംസ് പതിവായി നോക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന വാർത്തകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഇന്ത്യക്കാരിവിടെ, അല്ലെങ്കിൽ മലയാളികളിവിടെ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടാഗ്സ് ഇവിടെ അച്ചടിച്ച് ചുറ്റുണ്ടാക്കുന്ന വാർത്തകളൊന്നും അല്ല ഇത്. അങ്ങനെ കരുതണ്ട. ചിലരൊക്കെ അങ്ങനെ, ചില അമേരിക്കൻ ഇസ്രായേൽ വാദികളൊക്കെ അത്തരത്തിൽ കമന്റുകൾ എഴുതുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊന്ന് ഒരു വിശദീകരണം നടത്തേണ്ടി വന്നത്. ഇത് ഇസ്രായേൽ ടൈംസിൽ വരുന്ന വാർത്തയാണ്. ഉത്തര ഇസ്രായേലില് വലിയ അക്രമമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ വാർത്തയാണ്. ഇന്നലെയും മെലിഞ്ഞാന്നുമൊക്കെയായി ഉത്തര ഇസ്രായേലില് കിര്യത്ത് അറ്റ എന്ന സ്ഥലത്ത് വലിയ അക്രമമാണ് നടത്തിയിട്ടുള്ളത്. കുറച്ചു പേർക്ക് പരിക്കുണ്ട് എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ വലിയ പരിക്ക് സംഭവിച്ചു. അതുപോലെ മധ്യ ഇസ്രായേലിലെ പെറ്റാതെക്വ, അവിടെയും വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചിരുന്നു. വലിയ ദുരന്തങ്ങൾ അവിടെയും സംഭവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ചക്കക്കുരു പോലെ ഉള്ള കുറച്ച് സ്ഥലത്ത് കഴിഞ്ഞ 34 ദിവസങ്ങളായി മിസൈൽ വീഴാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലിലേക്ക് എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയിട്ടുള്ള മിസൈലുകളും ഒക്കെ ഇറാന് തൊടുത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം അങ്ങനെ തുറത്തുവിടാൻ കാരണം ഒന്നുകിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഇറാനെ പ്രകോപിപ്പിക്കും, അതല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് എന്തെങ്കിലും അവിടെ വീഴും. ഏതായാലും ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പൊ യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ശത്രുവല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് വരെ, അതായത് പൂർണ്ണമായും അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഇനി മേലിൽ ഇറാനെ തൊടില്ല, ആ ഭാഗത്തേക്ക് വരില്ല എന്ന് എഴുതി വെച്ചിട്ടല്ലാതെ, ആവശ്യമായ നഷ്ടം കൊടുത്തിട്ടല്ലാതെ തങ്ങൾ യുദ്ധം നിർത്തില്ല എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേലിലും ഇറാനിലും മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്. ഇസ്രായേൽ ടൈംസിന്റെ മറ്റൊരു വാർത്ത പറയുന്നത് ഇസ്രായേൽ വലിയ സാമ്പത്തിക തകർച്ചയിലാണ് എന്നാണ്. അതായത് ഇനി പിടിച്ചു കയറാൻ കഴിയാത്ത വിധം, സമീപ ഭാവിയിലൊന്നും പിടിച്ചു കയറാൻ കഴിയാത്ത വിധം ഇസ്രായേൽ അതീവമായിട്ടുള്ള കടക്കണിയിലാണ്, അല്ലെങ്കിൽ അത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ്, പിടിച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവൺമെന്റിന്, നെതന്യാഹു സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അതായത് ഇപ്പോൾ തന്നെ പറ്റില്ല, കാരണം യുദ്ധം ഇനി അധികകാലം നീണ്ടുപോയി കഴിഞ്ഞാൽ രാജ്യം വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകും, പണപ്പെരുപ്പവും മറ്റെല്ലാം ഉണ്ടാകും, സമീപകാലത്തൊന്നും എഴുന്നേറ്റ് വരാൻ പറ്റാത്ത വിധം വലിയ കുണ്ടിലേക്കാണ് ഇസ്രായേൽ വീഴാൻ പോകുന്നത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇസ്രായേലിന്റെ സാമ്പത്തികാവസ്ഥ വളരെ വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേലിന് ജനത മുഴുവൻ സർക്കാരിനെതിരെ തിരിയുന്ന ഒരവസ്ഥ, ഈ യുദ്ധത്തിനെതിരെ തിരിയുന്ന ഒരവസ്ഥ. അതായത് തങ്ങളുടെ മക്കൾ ബങ്കറിലായിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ബങ്കറിലിട്ട് വളർത്തേണ്ടതല്ല തങ്ങളുടെ മക്കളെ, അവരെ സ്കൂളിൽ വെച്ച് പഠിപ്പിക്കണം. ഞങ്ങൾക്ക് ഭൂമിയുടെ മുകളിലേക്ക് വരണം, ഭൂമിയുടെ മുകളിൽ സഞ്ചരിക്കണം. ഈ യുദ്ധം ദുരന്തമാണ്, ഇതൊരു അപകടമാണ്, ഇത് ഒരിക്കലും തീരില്ല. ഇത് എന്ന് തീരുമെന്നതിനെ കുറിച്ച് ഇസ്രായേൽ സർക്കാരിന് യാതൊരു ചിന്തയുമില്ല. അതായത് ഇസ്രായേൽ ജനതയെ നോക്കുന്നില്ല, അവരുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഇസ്രായേൽ ഗവൺമെന്റ് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്ന മട്ടിൽ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ ടെല്ലവീവിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള 28-ാം തീയതി ശനിയാഴ്ച രാത്രി ടെല്ലവീവിലെ ഹബീമ സ്ക്വയറിൽ നടന്നിട്ടുള്ള വലിയ പ്രതിഷേധം, 1000-ലധികം ആളുകൾ ഒത്തുചേർന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അവിടെ നടത്തുകയുണ്ടായി.
ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നതിന് ശേഷം ഏകദേശം 1 മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ്. ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് അറിയാലോ. അതിൽ തന്നെ 1000-ലധികം ആൾക്കാർ ഒത്തുകൂടി യുദ്ധത്തിനെതിരെ എന്ന് പറയുമ്പോൾ അവരുടെ സ്വൈര്യ ജീവിതത്തിന് ഈ യുദ്ധം എത്രത്തോളം തടസ്സമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവന് ഈ യുദ്ധം എത്രത്തോളം അപകടമാണ്, അല്ലെങ്കിൽ അവർ ബംഗറിൽ അത്രത്തോളം ദുരവസ്ഥയിലാണ് കഴിയുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. ഭരണകൂടം ഒന്ന് കാണേണ്ടതല്ലേ. സത്യത്തിൽ ഭരണകൂടം ചെയ്തു വെച്ചത് വലിയൊരു അബദ്ധമാണെന്ന് അവർക്കറിയാം. ഇറാൻ അപ്പോഴേ പറഞ്ഞതാണ്, നിങ്ങൾ തുടങ്ങും, പക്ഷെ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ദുരന്തവും ദുരിതവും അനുഭവിക്കാൻ തയ്യാറായിക്കോ എന്ന്. ആ ഒരു ദുരന്തം ഇസ്രായേൽ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ബംഗറിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബംഗറിലിരുന്ന്, ഓഫീസിലിരുന്ന് ഭരിക്കാൻ പറ്റുന്നില്ല, ബംഗറിൽ ഇരുന്ന് ഭരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജനൽ ചില്ലിൽ ചെന്ന് ഇറാൻ അയച്ച ഡ്രോൺ മുട്ടിയ വാർത്ത പുറത്തു വന്നിരുന്നു. കാരണം അത്രത്തോളം എവിടെയാണ് നെതന്യാഹു ഇരിക്കുന്നത് എന്നറിയാം, ഇറാൻ അറിയാം. ആ വിധത്തിൽ ഇറാൻ അയച്ചിട്ടുള്ള ഡ്രോൺ നെതന്യാഹുവിന്റെ റൂമിന്റെ ജനൽ വന്ന് തട്ടി. പക്ഷെ ആ സമയത്ത് നെതന്യാഹു അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് നെതന്യാഹു രക്ഷപ്പെട്ടു. നെതന്യാഹു ബംഗറിൽ ഇരുന്നു കൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇസ്രായേൽ, അതായത് ലോകത്തെ ഏറ്റവും കരുത്തനായിട്ടുള്ള സൈന്യമുള്ള, ഏറ്റവും വലിയ ചാരസംഘടനയുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സൈനിക സംവിധാനമുള്ള ഒരു രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ തലവൻ ബംഗറിൽ ഇരുന്നു കൊണ്ട്, പേടിച്ച് ബംഗറിൽ ഇരുന്ന് ഭരിക്കുമ്പോൾ യാതൊരുവിധ സൈനിക സന്നാഹങ്ങളും ഇല്ല, എല്ലാം തകർന്നു തരിപ്പണമായി, ഒന്നിനും പറ്റാത്ത ഒരു ഭരണകൂടമാണ് എന്ന് പാശ്ചാത്യ ലോകം എഴുതി തള്ളിവിട്ടിട്ടുള്ള ഇറാൻ ഭരണകൂടം, അവർ യാതൊരു വിധത്തിലുള്ള ഭയാശങ്കകളും കൂടാതെ തെരുവിലൂടെ നടന്ന്, അല്ലെങ്കിൽ അവരവരുടെ ഓഫീസിലിരുന്ന് ജീവനെ ഭയപ്പെടാതെ ഇരുന്ന് അവരവരുടെ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ ഭീരു എന്ന് വെളിപ്പെടുകയല്ലേ. ഇസ്രായേൽ ജനത അവരുടെ പ്രതിഷേധം കൊണ്ട്, ഭീതി കൊണ്ട് വലിയ മുദ്രാവാക്യങ്ങൾ, കുട്ടികൾ ബോംബ് ഷട്ടറുകളാണ് വളരുന്നത്, അവസാനമില്ലാത്ത യുദ്ധം ഒരു തന്ത്രമല്ല എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അതായത് ഈ യുദ്ധത്തിന് ഒരു അന്ത്യം ഉണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. കാര്യം ഇറാനോടാണ് കളിക്കുന്നത്, അതുകൊണ്ട് തങ്ങളുടെ ദുരിതം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ബംഗറിൽ എത്ര നാൾ എന്ന് ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടം യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല, ആ നിലപാട് ശരിയല്ല. അതായത് ഈ രീതിയിലല്ല ഇറാനുമായുള്ള യുദ്ധം കൈകാര്യം ചെയ്യേണ്ടത്. അതായത് ഇസ്രായേലിലെ ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുത്തുകൊണ്ടല്ല, അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ല, ദുരിതപൂർണമാക്കിക്കൊണ്ടല്ല, അവിടുത്തെ കുരുന്നുകളുടെ ജീവിതം കൊടുത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ജീവനും ജീവിതവും നശിപ്പിച്ചുകൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത് എന്ന്. സാധാരണക്കാരുടെ ജീവനും ജീവിതവും നശിപ്പിച്ചത് കൊണ്ടല്ലേ ഇസ്രായേൽ ഇത്ര വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത്. ആലോചിച്ച് നോക്കൂ, യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന്. സിവിലിയൻസിന്റെ നേരെ, ഇറാനിലെ മുഴുവൻ സിവിലിയൻസിന് നേരെ, സ്കൂളുകൾക്ക് നേരെ, ഹോസ്പിറ്റലുകൾക്ക് നേരെ, അല്ലെ, സ്കൂളുകൾക്ക് നേരെ, ആശുപത്രികൾക്ക് നേരെയാണ് ബോംബാക്രമണങ്ങൾ ചെന്നത്. വലിയ ബോംബാക്രമണങ്ങൾ, സ്കൂളുകളിൽ വീണിട്ട് കുട്ടികൾ മരണപ്പെടുന്നു. അതായത് അടിച്ചങ്ങട്ട് തിമിർക്കുകയാണ്. യാതൊരുവിധ നീതിബോധവും ഇല്ലാതെ സിവിലിയൻസിനെ അടിച്ചു കൊല്ലുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ആദ്യത്തെ യുദ്ധ ഒരു നീതി. അവരുടെ നീതി അതായിരുന്നു. അതിനുള്ള ശക്തമായ തിരിച്ചടി ഇസ്രായേലിൽ കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ടും ഇപ്പോഴത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് ഈ ജനതയ്ക്ക് സ്വന്തം ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കണം. അതേസമയം ഇറാൻ ജനത ഒരിക്കലും ഭരണകൂടത്തിനെതിരെ ഇറങ്ങുന്നില്ല. എന്താ ഇവിടെ പറഞ്ഞിരുന്നത്? ഇറാനിലെ ജനങ്ങൾ മുഴുവൻ ഇറാൻ ഭരണകൂടത്തിനെതിരാണ്, അതുകൊണ്ട് ഞങ്ങൾ മാറ്റും, ഭരണകൂടത്തെ മാറ്റും, എന്നിട്ട് ഇറാന് സുസ്ഥിരമായ സന്തോഷകരമായിട്ടുള്ള ഒരു ഭരണം നമ്മൾ സ്ഥാപിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്. ഇന്നത്തെ അവസ്ഥ എന്താ? അങ്ങനെ സ്ഥാപിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ ഭരണ സംവിധാനത്തെ അവിടുത്തെ ജനങ്ങൾ ഏതു വിധത്തിലാണ് കാണുന്നത് എന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന്, അതായത് ഇസ്രായേൽ ടൈംസിൽ വരുന്ന വാർത്തകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവൂലേ. നമ്മുടെ നാട്ടിൽ വരുന്ന വാർത്തകൾ ഇറാന്റെ ആ കെട്ടിടം തകർത്തു, അവിടെ തകർത്തു, ഇവിടെ തകർത്തു എന്നൊക്കെയാണ്. സത്യത്തിൽ ഇസ്രായേൽ ഓരോ നിമിഷവും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ മാറാൻ വേണ്ടി ആദ്യമൊക്കെ അവർ വാർത്ത മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. പിന്നീട് വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അവർ മറ്റു വാർത്തകളിലേക്ക് ശ്രദ്ധിക്കുന്നു. ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നടക്കാവുന്ന കരയുദ്ധത്തെ കുറിച്ചാണ്. പക്ഷെ അപ്പോഴും ഇസ്രായേൽ തകർന്നറിയുന്ന കെട്ടിടങ്ങൾ, അവിടെ കൊല്ലപ്പെടുന്ന സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. കാര്യം ഇറാനിൽ സാധാരണക്കാരെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ മിസൈലുകൾ അയക്കുമ്പോൾ അതേ നാണയത്തിൽ ലക്ഷ്യമില്ലാതെ എവിടെ വീഴുന്നിടത്ത് വീഴട്ടെ എന്ന വിധത്തിൽ ഇറാനും മിസൈലുകൾ അയക്കുന്നുണ്ട്. അവിടെ ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഒരു ഗവൺമെന്റ് ഓഫീസ്, ഇവിടെ ഏതെങ്കിലും ഒരു എണ്ണപ്പാടത്താണെന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിലും അത് തന്നെ. അതായത് എന്താണ് അവർ ചെയ്യുന്നത്? അതിന്റെ 10 മടങ്ങ് ശക്തിയിൽ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമ്പോൾ തകർന്ന് തരിപ്പണമാകുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ പത്രങ്ങൾ കൂടി ഇന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു, ലോകം അത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഇസ്രായേലിലെ ജനത കഴിഞ്ഞ യുദ്ധം തുടങ്ങിയത് മുതൽ ബംഗറിലാണ് ജീവിതം. അവർ പുറം ലോകം കാണുന്നില്ല. പുറം ലോകം കാണാതെ 100% ബംഗറിൽ ജീവിച്ച് മടുത്ത് അവർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു.
ബെഞ്ചമിൻ നെതന്യാഹു ആട്ടെ ബങ്കറിലിരുന്ന് ഭരിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുന്നു. ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് ഈ വിധത്തിൽ ഇറാന്റെ മുന്നിൽ മുട്ടുവിറച്ചുകൊണ്ട് തലകുമ്പിട്ട് നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇവരുടെ ഇത്രയും കാലത്തെ അവകാശവാദങ്ങൾ വെറും തള്ളൽ മാത്രമായിരുന്നുവെന്നും സത്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ ലോകത്തെ നട്ടലുള്ള ഒരുത്തൻ നിവർന്നു നിന്നുകൊണ്ട് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നും അല്ലേ തെളിയല്ലേ അതിവിടെ. Different angles. Don't forget to subscribe and support this channel.